ആശാവർക്കർമാർക്ക് സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനം പാലിച്ചു. ഓണറേറിയം നൽകുന്നത് നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി സർക്കാർ ഉത്തരവിറങ്ങി. നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയും ഇൻസെന്റീവ് നൽകുന്നതിന് നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്തിയുമാണ് ഉത്തരവ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെയും നാഷണൽ ഹെൽത്ത് മിഷനിലെയും ഉദ്യോഗസ്ഥരടങ്ങുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് ഹോണറേറിയം നൽകുന്നതിന് 10 മാനദണ്ഡങ്ങളാണുള്ളത്. അതിൽ ഇളവ് വേണമെന്നും എല്ലാ മാസവും കൃത്യമായി ഹോണറേറിയം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് CITU ഉൾപ്പെടെയുള്ള ആശാവർക്കർമാരുടെ സംയുക്ത സമരം നടന്നത്. സംഘടനയുടെ ആവശ്യപ്രകാരം ഫെബ്രുവരി 6-ാം തീയതി തന്നെ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ചർച്ച നടത്തി. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെയും നാഷണൽ ഹെൽത്ത് മിഷനിലെയും ഉദ്യോഗസ്ഥരടങ്ങുന്ന കമ്മിറ്റിയെ രൂപീകരിച്ചു. വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 20-ാം തീയതിയാണ് നിലവിലെ ആശമാരുടെ പ്രതിമാസ ഹോണറേറിയത്തിനായുള്ള മുഴുവൻ ഉപാധികളും ഒഴിവാക്കാൻ കമ്മിറ്റി ശുപാർശ ചെയ്തത്. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതോടെ CITU സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. പിന്നാലെ ശുപാർശ അംഗീകരിച്ച് ആശമാരുടെ ഹോണറേറിയവും ഇൻസെന്റീവും നൽകുന്നതിനായുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവിറക്കി. പുതിയ ഉത്തരവ് പ്രകാരം ആശമാർക്ക് ഹോണറേറിയമായി ലഭിക്കുന്ന 7,000 രൂപ അനുവദിക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന മുഴുവൻ മാനദണ്ഡങ്ങളും ഒഴിവാക്കി. പ്രതിമാസം നൽകിവരുന്ന 3,000 രൂപ വരെയുള്ള ഫിക്സഡ് ഇൻസെന്റീവ് അനുവദിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്തിയുമാണ് ഉത്തരവ്. ഉത്തരവിലൂടെ സർക്കാർ ആശമാരുടെ ആവശ്യങ്ങൾക്കൊപ്പമാണെന്ന് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.